നമസ്കാരം, ഞാൻ ദിനേശ് സൗപർണിക. ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ഇന്ന് മുതൽ നമ്മൾ ചെണ്ടുമല്ലി കൃഷിയുടെ ഒരുക്കങ്ങൾ തുടങ്ങിയ കേട്ടോ. ആദ്യത്തെ ക്ലാസ്സാണ്. അപ്പോൾ ചെണ്ടുമല്ലി തുടക്കം എന്താണെന്ന് പറഞ്ഞാൽ നല്ല തൈ ശേഖരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നല്ല തൈ കിട്ടിയിട്ടുണ്ടാവും. ഈ 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ നല്ല തൈ, അതായത് 1 മാസം വളർച്ചയുള്ള തൈ നിങ്ങൾ എടുത്തു വയ്ക്കുക. 25 മുതൽ 30 ദിവസം മിനിമം പ്രായം ഉണ്ടായിരിക്കണം. ഇനി നമുക്ക് അതിൻ്റെ ഒരുക്കങ്ങൾ നോക്കാം. നിങ്ങൾ തൈ നടുന്ന സ്ഥലം തീരുമാനിക്കുക. ഒന്നുകിൽ ചട്ടിയായിരിക്കാം, ഗ്രോ ബാഗ് ആയിരിക്കാം, നിലത്തായിരിക്കാം. നല്ല വെയിലുള്ള സ്ഥലമായിരിക്കണം. ആദ്യം ഞാൻ പറയുന്നത് ഗ്രോ ബാഗ് അല്ലെങ്കിൽ ചട്ടി ഫില്ല് ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങളിപ്പോൾ ഇനി മണ്ണ് ഒരുക്കാനൊന്നും പറ്റില്ല. മണ്ണ് ഒരുക്കി വെച്ചിട്ടുള്ള ആളുകൾക്ക് അത് ചെയ്യാം. അല്ലെങ്കിൽ പറമ്പിൽ നിന്നും നല്ല വളക്കൂറുള്ള കുറച്ച് മണ്ണ് വെട്ടിയെടുക്കുക. ആ മണ്ണിൻ്റെ ഒപ്പം ചാണകപ്പൊടി ചേർക്കണം. ചാണകപ്പൊടിക്ക് ഒരു കാര്യം ശ്രദ്ധിക്കണം, ട്രൈക്കോഡർമ ചേർത്ത ചാണകപ്പൊടി ആയിരിക്കില്ല. അല്ലെങ്കിൽ ഇപ്പോൾ എടുത്തിട്ട് ചാണകപ്പൊടിൻ്റെ ഒപ്പം ട്രൈക്കോഡർമ ചേർക്കണം. പച്ച ചാണകമല്ല ഉപയോഗിക്കേണ്ടത് കേട്ടോ. ചാണകപ്പൊടി കിട്ടുന്നില്ലെങ്കിൽ വേപ്പ് മണ്ണാക്കോ എല്ലുപൊടിയോ മണ്ണിര കമ്പോസ്റ്റോ ഉപയോഗിക്കാം. ഇതിലും കുറച്ച് ട്രൈക്കോഡർമ ചേർത്ത് വയ്ക്കുക. ഇങ്ങനെ ട്രൈക്കോഡർമ ചേർത്ത ചാണകപ്പൊടി കുറച്ച് അധികം എടുത്ത് വയ്ക്കുക. കുറച്ച് മണ്ണ് കൊത്തി എടുക്കുക, കുറച്ച് കരിയിലകൾ എടുക്കുക. എന്നിട്ട് ചട്ടി ആയിക്കോട്ടെ ഗ്രോ ബാഗ് ആയിക്കോട്ടെ, ചട്ടിയുടെ അടിയിലുള്ള ഹോൾസൊക്കെ ക്ലിയർ ആക്കിയിട്ട് അതിൻ്റെ മേലേക്ക് കുറച്ച് കരിയിലകൾ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഗ്രോ ബാഗിൽ കരിയില ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് ഈ മണ്ണും വളങ്ങളും, എല്ലുപൊടി വേപ്പ് മണ്ണാക്കി കിട്ടുന്ന വളങ്ങൾ എടുത്തോളൂ. ആട്ടും കാഷ്ടം ഇനി ഇതൊന്നുമില്ലെങ്കിൽ ചാണകപ്പൊടി ആയാലും മാത്രം മതി. ഈ വളങ്ങൾ മിക്സ് ചെയ്തതും ഈ മണ്ണും കൂടി കൂട്ടിയിട്ട് ഓരോ കൊത്തായിട്ട് ഗ്രോ ബാഗിലോ ചട്ടിയിലോ ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിൽ ഓരോ ലെയറായിട്ട് കരിയില ഇട്ട് കൊടുക്കുക. ഇങ്ങനെ കരിയിലകളും ഈ മണ്ണും വളവും മിക്സ് ചെയ്തത് ഇട്ടിട്ട് 1/4 ഭാഗം ഗ്രോ ബാഗ് നിറച്ചു വയ്ക്കുക. ഇനി നിലത്താണ് നിങ്ങൾ കൃഷി ചെയ്യണമെങ്കിൽ നല്ല നീർവാർച്ച, വെള്ളം കെട്ടിയിരിക്കാത്ത സ്ഥലം കണ്ടെത്തുക. ഒരു ചെറിയ വരമ്പ് പോലെ ആക്കുക. ഇനി വരമ്പ് പോലെ ആക്കില്ല, തീരെ വെള്ളം കെട്ടി നിൽക്കാത്ത സ്ഥലമാണെങ്കിൽ കുഴിയാക്കിയാലും മതി. 40 സെൻറ്റിമീറ്റർ അകലത്തിൽ കുഴി ഉണ്ടാക്കണം. ഇനി വരമ്പാണെങ്കിൽ ചെറിയൊരു വരമ്പ് ഉണ്ടാക്കുക. വരമ്പിൻ്റെ മുകളിൽ 40 സെൻറ്റിമീറ്റർ അകലത്തിൽ ചെറിയ പോക്കറ്റുകൾ, കുഴികൾ ഉണ്ടാക്കുക. ആ കുഴിയിലേക്ക് നിങ്ങൾ ട്രൈക്കോഡർമ ചേർത്ത ചാണകപ്പൊടിയും ഒരു നുള്ള എല്ലുപൊടിയും കൂടി, മറ്റു വളങ്ങൾ എന്ത് കിട്ടുന്നു, രാസവളമല്ലാത്ത വളങ്ങൾ എന്ത് കിട്ടുന്നോ, കുറച്ച് കരിയിലൊക്കെ ഇട്ടിട്ട് ഒരു കുഴി കുത്തിയിട്ട് കുഴീൻ്റെ ഉള്ളിൽ കുറച്ച് കരിയില ഇടുക, കുറച്ച് വളങ്ങൾ ഇടുക. എന്നിട്ട് ഈ കുറച്ച് കൊത്തിയിട്ട മണ്ണിട്ടിട്ട് ആ കുഴിയുടെ പകുതി മൂടി വെക്കുക. ഇതാണ് തുടക്കത്തിൽ ചെയ്യേണ്ടത്. ഇതിൻ്റെ ഒപ്പം കുമ്മായോ മറ്റു സാധനങ്ങളോ ഒന്നും ഇപ്പം ചെയ്യേണ്ട കേട്ടോ. ഒക്കെ വൃത്തിയാക്കിയതിൻ്റെ ശേഷം ഇനി ഇത് ഇന്ന് തന്നെ കുഴിച്ചിടണമെന്നില്ല. കുഴിച്ചിടുകയാണെങ്കിൽ മാത്രമേ പറഞ്ഞുള്ളൂ. ഇല്ലെങ്കിൽ പറമ്പെല്ലാം വൃത്തിയാക്കി കുഴി കുത്തി ഈ വളങ്ങളൊക്കെ നിറച്ച് 2 ദിവസം കഴിഞ്ഞിട്ട് കുഴിച്ചിട്ടാൽ മതി. അപ്പോഴേക്കും മണ്ണും വളമായിട്ട് ഒന്ന് സെറ്റാവും. ഇനി ചെയ്യേണ്ട കാര്യം, നിങ്ങൾ എപ്പോഴാണോ കുഴിച്ചിടുന്നത്, ഇന്നാണോ കുഴിച്ചിടുന്നത് അല്ലെങ്കിൽ ഒരു 2-3 ദിവസം, നമുക്ക് 11-ാം തീയതി വരെ സമയമുണ്ട്. ഞാനിപ്പോൾ അത് കാണിക്കാത്തത് എൻ്റെ കയ്യിൽ തൈ ഇവിടേക്ക് എത്തിയിട്ടില്ല, പാലക്കാട്ടേക്ക്. അപ്പോൾ തയ്യ് ഞാൻ 2-4 ദിവസം കഴിഞ്ഞിട്ടേ കുഴിച്ചുള്ളൂ. അന്ന് തൊട്ട് വീഡിയോ ആയിട്ടുള്ള സ്റ്റെപ്പ് കാണിക്കും. ഇപ്പോൾ തുടക്കം എന്ത് ചെയ്യണമെന്ന് പറയാം. മണ്ണൊരുക്കി വെക്കുക അല്ലെങ്കിൽ ഗ്രോ ബാഗ് ഒരുക്കി വെക്കുക. ഇനി നിങ്ങൾ എന്നാണോ കുഴിച്ചിടാൻ പോകുന്നത് അന്ന് നിങ്ങൾ വാം എന്ന് പറഞ്ഞൊരു സാധനം വാങ്ങി വെക്കണം, മൈക്രോറൈസ. അതൊരു 1/4 സ്പൂൺ വാം എടുത്തിട്ട് ഗ്രോ ബാഗിൽ നിങ്ങൾ തൈ കുഴിച്ചിടുന്നതിൻ്റെ ആ ഒരു ചെറിയ കുഴി ഉണ്ടാക്കിയിട്ടാണല്ലോ ഈ ട്രേന്നെടുത്ത തൈ ഇങ്ങനെ കുഴിച്ചിടുമ്പോൾ ആ കുഴിയിൽ ഒരു 1/4 സ്പൂൺ വാം ഇടുക, അല്ലെങ്കിൽ 1/2 സ്പൂൺ വാം ഇടുക. നിലത്താണെങ്കിലും നിങ്ങൾ ഉണ്ടാക്കിയുടെ കുഴിയുടെ മുകളിൽ ചെറിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് ആ കുഴീൻ്റെ ഉള്ളിൽ ഒരു 1/2 സ്പൂൺ വാം ഇടുക. ഇനി ഒരു കാര്യം ചെയ്യുക, തൈ എടുത്തതിൻ്റെ ശേഷം നമ്മൾ സുഡോമോണസിൽ മുക്കുക. സുഡോമോണസ് കലക്കി വെച്ചിട്ട് ഒന്ന് മുക്കിയതിൻ്റെ ശേഷം ആ തൈ ഇതിലേക്ക് വെച്ചിട്ട് മണ്ണിട്ടൊന്ന് മൂടിക്കൊടുക്കുക. ഇതാണ് ചെയ്യേണ്ടത്. ഇത് ഇന്ന് ഞാൻ പറയാനുള്ള കാരണം, മുന്നൊരുക്കം മാത്രമേ പറയുന്നുള്ളൂ എന്ന് കരുതിയതാണ്. പക്ഷേ ഇന്നിത് പറയാനുള്ള കാരണം, തൈ കിട്ടിയ ആളുകൾ ചിലപ്പോൾ ഇന്ന് വെക്കും. ഇന്ന് വെക്കുകയാണെങ്കിൽ ഇങ്ങനെ വെക്കുക, അല്ലെങ്കിൽ 2 ദിവസം 3 ദിവസം കഴിഞ്ഞിട്ട് വെച്ചാലും മതി. അത് ക്രമമായിട്ട് പോകാൻ. അപ്പോൾ ഇതാണ് നമ്മളുടെ ചെണ്ടുമല്ലി കൃഷി അല്ലെങ്കിൽ വാടാർമല്ലിയൊക്കെ ചെയ്യുമ്പോഴുള്ള ബാലപാഠം. പിന്നെ വാടാർമല്ലിയൊക്കെ കൃഷി ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, വരമ്പ് പൊന്തിക്കണം. എന്നാലേ ഇതിന് പടർന്ന് തൂങ്ങാനുള്ളൊരു കിട്ടുള്ളൂ, കൂടുതലൊരു ഇത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ മണ്ണ് കൂടുതൽ തെറിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ വരമ്പുണ്ടാക്കുക. 40 സെൻറ്റിമീറ്റർ എന്നുള്ള അകലം പറയുന്നത് കൃത്യമായ അകലത്തിൽ വെച്ചാൽ മാത്രമേ കൊമ്പും ചില്ലകളും ഉണ്ടായിട്ട് പൂ കൂടുതലുണ്ടാവുള്ളൂ. ഇത് മുന്നൊരുക്കമാണ്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിലോ നിങ്ങളെ ഇഷ്ടമുള്ള രീതിയിലോ ചെയ്യാം. വളങ്ങൾ, അനാവശ്യമായ രാസവളങ്ങൾ ബേസായിട്ട് ഇട്ട് കൊടുക്കാതെ ഉള്ള ഒരു കൃഷി ആരംഭിക്കുക. അതിനുശേഷം രാസവളങ്ങളും ജൈവവളങ്ങളും കൂട്ടിയിട്ടോ ജൈവവളങ്ങൾ മാത്രമായിട്ടോ രാസവളങ്ങൾ മാത്രമായിട്ടോ നിങ്ങൾക്ക് കൃഷി ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ലോക പരിസ്ഥിതി ആശംസകൾ നേരുന്നു. അതോടൊപ്പം നല്ലൊരു കൃഷിത്തോട്ടം നിങ്ങൾക്കുണ്ടാവാനുള്ള എല്ലാ എൻ്റെ അറിവുകൾ, എല്ലാ സഹായങ്ങളും ഞാൻ നിങ്ങൾക്ക് നൽകുന്നതാണ്. താങ്ക് യു.